കോഴിക്കോട് തൊണ്ടയാട് മലാപ്പറമ്പ് റോഡിലാണ് പാനാത്തും താഴം നേതാജി ജംഗ്ഷൻ ദേശീയപാത നവീകരണം നടക്കുന്ന ഭാഗത്തെ കുഴിയിൽ വീണ് യുവാവ് മരിച്ചതിൽ വലിയ പ്രതിഷേധമുയരുന്നു. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാവിലെയാണ് ഈ കാണുന്ന വെള്ളക്കെട്ടിൽ രഞ്ജിത്തിന്റെ മൃതദേഹം കണ്ടത്. ഈ വെള്ളക്കെട്ടിൽ രഞ്ജിത്തിന്റെ ബൈക്കും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ ഒരു താഴ്ചയോ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റ് ബാരിക്കേഡുകളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം. വലിയ പ്രതിഷേധമാണ് ഈ അപകടത്തിന് പിന്നാലെ ഉയരുന്നത്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട ജോലി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റോഡരികിൽ വലിയ കുഴികളുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുഴിയിലെ വെള്ളക്കെട്ടിലാണ് രഞ്ജിത്തും ബൈക്കും വീണത്. ഇവിടെ കുഴിയുള്ളതായി മനസ്സിലാക്കാൻ ഒരു മുന്നറിയിപ്പ് ബോർഡോ ബാരിക്കേഡോ ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ അപകടത്തിന് കാരണം. ഇത് ആദ്യ സംഭവമല്ല. ഒരു മാസം മുമ്പും ഇവിടെ അപകടമുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാൻ കഴിയില്ല. ഇതേപോലൊരു അപകടം കഴിഞ്ഞ മാസം ഇവിടെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ നേതാജി കോളനിയിൽ ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പരിക്ക് പറ്റി. ശരിക്കും അന്ന് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാമായിരുന്നു. അപകടത്തിന് പിന്നാലെ ഈ സ്ഥലത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ദേശീയപാത അതോറിറ്റി ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് എന്തിനാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കൂടി എന്തായിരിക്കണം. ഇത് സ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു സ്വാഭാവിക മരണം എന്ന് പറയുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടി കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ, ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോടാണ് റിപ്പോർട്ട് തേടിയത്. ഈ മാസം 28-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കും. ഈ അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണം. കുടുംബത്തിന് നഷ്ടപരിഹാരം വേണം. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടമായത്. ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഇതിനെല്ലാം നടപടിയാണ് വേണ്ടത്. ഷിജു ചവറയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. തൊണ്ടയാട് മലാപ്പറമ്പ് റോഡിൽ ഇത് ആദ്യത്തെ അപകടമല്ല. ഒരു മുന്നറിയിപ്പ് ബോർഡോ ബാരിക്കേഡോ ഈ പ്രദേശത്തില്ല എന്ന് നാട്ടുകാർ പറയുന്നു, പ്രദേശവാസികൾ പറയുന്നു. ഇപ്പോൾ അവരിലൊരാൾക്ക് ജീവൻ കൂടി നഷ്ടമാവുന്ന നിലയായതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുകയാണ്. ചില പ്രതികരണങ്ങൾ കാണാം. ഇതേ സെയിം അപകടം കഴിഞ്ഞ മാസം ഉണ്ടായി. അത് ശ്രദ്ധപ്പെടുത്തിയാണ്. ഇവിടെ എന്തെങ്കിലും സംവിധാനം ഇല്ലാതെ ഇങ്ങനെ ഡെയിലി അപകടം ഉണ്ടാവും. എന്താ ചെയ്യാം? നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോഴും പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള എൻ്റെ മനസ്സിലാവില്ല. നമ്മൾ പിന്നെ ഇതിലേക്ക് ഇറങ്ങിയിട്ടാണ് വരാറ്. ഇവിടെ ബാരിക്കേഡുകളും കാര്യങ്ങളും ഇവിടെ വണ്ടീൻ്റെ അവിടെ തന്നെ പോയി നോക്കിയാൽ കാണാം. അവിടെ വെക്കാനേ ഉള്ളൂ. ഇതുവരെ ആരും വെക്കുന്നില്ല. അടിക്കടി ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. അവിടെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഡിവൈഡർ ഒന്നുമില്ല. നേരെ നോക്കുന്ന ഇത് മാത്രമാണ്. ഇവിടെ കുഴി ഉണ്ടെന്നോ വെള്ളം ഉണ്ടെന്നോ ആരും കാണുകയില്ല. അങ്ങനെ ഉണ്ടായതാണ് ഇതുപോലെ അപകടങ്ങൾ. സ്ഥിരമായിട്ട് ഇവിടെ ഒരു മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എവിടെയൊക്കെ ശരിക്കും ബാരിക്കേഡ് വെക്കാം. അവർക്ക് ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ വെക്കാനുള്ള. ഇതുവരെ ഒന്നും വെച്ചിട്ടില്ല.